റോക്കി. നാദരാന്റിയെ ഇനി ഒരിക്കലും അന്വേഷിച്ച് ചെല്ലതെന്ന് പറയാനാ വന്നേ. കള്ളും കുടിച്ച് സഹിക്കാതായപ്പോ അച്ഛൻ അയാളെ തല്ലിയും തോന്നുന്നു. അവസാനം എന്നെ അച്ഛനെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണി മുഴക്കിട്ടാ പോയെ. ദിയ, അച്ഛനാകെ തകർന്നിരിക്കുക. ആന്റി പോയതിന്റെ പ്രയാസം അച്ഛന് ശരിക്കുണ്ട്. പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ എന്നെ പറഞ്ഞു വിടുന്നതിന്റെ ടെൻഷനും കാണും. ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം ഞാനല്ലേ ദിയ? അല്ലായിരുന്നെങ്കിൽ അച്ഛനും ആന്റി സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. അവരുടെ ബന്ധത്തെ ഞാനല്ലേ തകർത്തത്? ജയ, നീ എന്തൊക്കെയായി പറയുന്നേ? വീണ്ടും തെറ്റും ശരിയും ചെയ്യാനാണോ നിന്റെ പുറപ്പാട്? നിനക്ക് അവകാശപ്പെട്ടത് നേടാൻ വേണ്ടി നീ ചെയ്തതൊന്നും തെറ്റല്ല. അങ്ങനെ വിശ്വസിച്ചാ മതി. എനിക്ക് നേടാനും കഴിഞ്ഞില്ല, മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുകയും ചെയ്താലോ? അതൊരു പാപം തന്നെയാ. അതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഞാൻ ഇല്ലാതാവണം. അതെ, ഞാനിപ്പോ മരിച്ചു കളഞ്ഞാലോന്ന് പോലും ചിന്തിക്ക. എന്നാലെങ്കിലും ഞാൻ കാരണം ആർക്കൊന്നും നഷ്ടപ്പെടില്ലല്ലോ. നിന്റെ അമ്മയ്ക്കോ? നീ ഇല്ലാതായ ആ പാവത്തിനൊന്നും നഷ്ടപ്പെടില്ലേ? നിന്റെ പിന്നാലെ നടന്ന് നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തെന്ന് എനിക്ക് മനുവേട്ടനും നീ നഷ്ടമാവില്ലേ? നിനക്ക് നിന്റെ അച്ഛനെ തിരിച്ചു കിട്ടിക്കോട്ടെ എന്ന് കരുതിയ എല്ലാവരും നിന്നെ നിന്റെ ഇഷ്ടത്തിന് വിട്ടത്. അല്ലാതെ നിന്നെ എന്നേക്കുമായി നഷ്ടപ്പെടാൻ വേണ്ടിയല്ല. സാരമില്ല ദിയ, ഞാൻ എന്റെ അച്ഛനെ കാണാൻ ആഗ്രഹിക്കരുതായിരുന്നു. കണ്ടത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇന്ന് നിന്നെ ആരെന്നറിയാതെ ഒഴിവാക്കിയാലും ഒരു ദിവസം നിന്റെ അച്ഛൻ നിന്നെ തേടി വരും. ഇത്രയൊക്കെ സ്നേഹിച്ചതല്ലേ? അപ്പോ സ്വന്തം മകളാണെന്നറിഞ്ഞ എന്തായാലും നിന്നെ കൈവിടില്ല. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടായാ മതി നിനക്ക്. ശരി ദിയ, നമുക്ക് പോവാം. ഞാൻ കാരണം നിന്റെ എക്സാം കൂടി അവതാളത്തിലാവണ്ട. ഇതൊന്നും മനസ്സിൽ വെക്കാതെ നന്നായിട്ട് എഴുതണം. അപ്പൊ നീയോ പരീക്ഷാ ഹാളിൽ ഇത് ഓർത്തിരിക്കാനാണോ ഭാവം? വെറുതെ റിസൾട്ട് മോശമാക്കണ്ട കേട്ടോ. എന്റെ റിസൾട്ടൊക്കെ ഇനി ദൈവത്തിന്റെ കൈകളിലാ. അതുപോലെ നടക്കും. അതെ, ഇന്ന് അവസാനത്തെ പരീക്ഷയല്ലയോ? നേരി കണ്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണമെന്ന് കരുതി വന്നതാ. ഇയാളാരാ? ഒന്ന് മാറി നിന്നേ. നീ പോടി കൊച്ചേ, ഞങ്ങള് ബന്ധുക്കളാ. അപ്പൊ എന്നെ മനസ്സിലായില്ലയോ? ഞാൻ റോക്കി അങ്കിളാ, നാദരമോളുടെ റോക്കി അങ്കിൾ. അയ്യോ, പേടിക്കൊന്നും വേണ്ട. നല്ലോണം ആണെങ്കിൽ റോക്കി അങ്കിളും അങ്ങനെ. ഇല്ലെങ്കിലേ ഉള്ളൂ കുഴപ്പം. ഇന്ന് പരീക്ഷ കഴിഞ്ഞ മോളുടെ തീരുമാനം എന്തുവാ? ജെഡിയുടെ വീട്ടിൽ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് അങ്ങ് പൊക്കോളൂ ഇല്ലയോ? എങ്ങോട്ട് പോകാൻ? ജെഡി സാറാ ഇവളുടെ ഗാർഡിയൻ. അദ്ദേഹം പറയും പോലെ ഇവള് ചെയ്യൂ. ഓ, അത് നീയാണോടി തീരുമാനിക്കുന്നത്? വെറുതെ റോക്കിയുടെ ലിസ്റ്റിൽ പെടാൻ നിൽക്കല്ലേ. നിന്റെയൊക്കെ പുറകെ നടക്കുന്ന മറ്റവനുണ്ടല്ലോ, അവന്റെ ചീട്ട് ഞാൻ കീറാൻ പോവുക. പറയടി, ഇന്ന് നിന്നെ പറഞ്ഞു വിട്ടിട്ട് നാദരെ തിരിച്ചു വിളിക്കാന്നാ ജെഡി പറഞ്ഞിരിക്കുന്നത്. അവളെ അയാൾ തിരിച്ചു വിളിക്കൊന്നും വേണ്ട, പക്ഷെ നീ അവിടുന്ന് പോയിരിക്കണം. ഇല്ലെങ്കിലോ? പോയില്ലെങ്കിൽ ഇയാളെന്നെ കൊല്ലോ? എന്നതാ, ചാവാമോക്ക് പേടിയില്ലാന്നാണോ? എങ്കിൽ ഞാൻ കൊല്ലത്തില്ല. അതല്ലാത്തൊരു കൊലയുണ്ട്, കൊല്ലാക്കൊല. ജീവൻ വച്ച് പിടയ്ക്കുന്നത് കാണാനാ റോക്കിക്ക് ഇഷ്ടം. താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ചെറിയച്ഛൻ എന്നെ ഇറക്കി വിടും വരെ ഞാൻ അവിടെ തന്നെ കാണും. നീ അതിനവിടെ തിരിച്ചെത്തിയെങ്കിലല്ലോടി. എത്തിക്കില്ല തന്നെ ഞാൻ റോക്കിയായി പറയുന്നേ. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒന്ന് മാറി നിൽക്കണോ? ഇല്ലെങ്കിലോടി. ദേ, കോളേജാ. ഞങ്ങളൊന്ന് വെല്ലം ഞൊടിച്ചാ ലിസ്റ്റ് എഴുതാനും ചീട്ട് കീറാനൊന്നും തന്റെ പൊടി പോലും കാണില്ല. വാദിയ പൊക്കോടി. പക്ഷേ കോളേജ് വിട്ടാലും ഈ റോക്കി ഇവിടെ തന്നെ ഉണ്ടാവും.
ജയമോളെ വിശ്വേട്ടന്റെ കയ്യിൽ ഏൽപ്പിക്കാനൊന്നും ദേവേട്ടൻ വെറുതെ ബുദ്ധിമുട്ടണ്ട. ഇന്ന് പരീക്ഷ എന്ന ദിവസമല്ലേ, ഞാൻ കോളേജിൽ ചെന്ന് എന്റെ മോളെ ഇങ്ങ് കൂട്ടും. നീ കാര്യമായിട്ട് പറയാണോ? അതെ, നന്നായി ആലോചിച്ചെടുത്തൊരു തീരുമാന. ഞാനും എന്റെ മോളും കാരണം മണിയെടുത്ത് ഒരുപാട് സഹിച്ചു. ഇനി മോളെയും കൊണ്ട് വിശ്വേട്ടനടുത്ത് പോയി അദ്ദേഹത്തെയും കൂടെ ദേവേട്ടൻ വെറുതെ വേദനിപ്പിക്കാനിടയാക്കണ്ടല്ലോ. മോളെയും കൊണ്ട് ജയദേവൻ വിശ്വേട്ടൻ്റെ അടുത്ത് പോയാൽ അതോടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാവും. ഇതിപ്പോ മോളെ നീ ഇങ്ങോട്ട് കൂട്ടിയാൽ കാര്യങ്ങളൊക്കെ വീണ്ടും അനിശ്ചിതമായി നീണ്ടുപോവില്ലേ? അതൊക്കെ ശരി തന്നെയാ. പക്ഷേ വിശ്വേട്ടന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നു മുതൽ മോളെ എന്ത് ചെയ്യണമെന്നുള്ളൊരവസ്ഥ ദേവേട്ടനുണ്ടാവും. അവളെ വീട്ടിൽ തന്നെ താമസിപ്പിക്കാന്ന് വെച്ച നാദിരയുടെ മനസ്സിൽ എന്റെ മോളോടുള്ള പക വളരാൻ അതൊരു കാരണമാവും. എന്തിനാ വെറുതെ അറിഞ്ഞോണ്ട് ഞാൻ അവളെ കൊലക്കി കൊടുക്കുന്നേ? ശരി, നിന്റെ തീരുമാനം അതാണെങ്കിൽ ഞാനിനിയൊന്നും പറയുന്നില്ല. പക്ഷേ നീ കോളേജിൽ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടു വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഏതെങ്കിലും കാരണവശാൽ ജയദേവനും കൂടി അവിടെ എത്തിപ്പെട്ടാൽ അത് വീണ്ടും ഒരു സീനാവും. മാത്രമല്ല, മോള് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിന്റെ ഒപ്പം വരാൻ മടി കാണിച്ചാൽ അത് നിനക്ക് വേദനയാവും. അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരുന്ന ജോലി നമുക്ക് ഹമീദയ്ക്ക് ഏൽപ്പിക്കാം. ഹമീദ്ക്ക് അതിന് സമയമുണ്ടാവോ? അതുണ്ടാക്കിക്കലാണല്ലോ എന്റെ ജോലി. ഇപ്പോഴെങ്കിലും നിന്റെ ഈ പുതിയ തീരുമാനം പുറത്തു വന്നത് നന്നായി. ഉച്ചയ്ക്ക് വരുമ്പോഴെങ്കിലും ഇക്കയെ ഏൽപ്പിക്കാമല്ലോ. പരീക്ഷ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ചെന്ന് നിൽക്കേണ്ടി വരും. അതൊക്കെ ഹമീദിക്ക വേണ്ടതുപോലെ ചെയ്തോളും. നീ ഇനി നിന്റെ മോളെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കും. അപ്പോ അവള് വരൂന്ന് നിനക്ക് ഉറപ്പുണ്ടല്ലേ? എന്താ, നിനക്കുറപ്പില്ലേ? അതല്ല, അവള് ചിലപ്പോ ദേവേട്ടിന് ഒഴിവാക്കാൻ പോകുന്ന കാര്യമൊന്നും അറിഞ്ഞു കാണില്ല. അങ്ങനെയാവുമ്പോ നാദരം കൂടെ അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങോട്ട് പോകാനായിരിക്കും താല്പര്യം. ഞാനാണ് പോകുന്നതെങ്കിൽ കൂടുതലൊന്നും നിർബന്ധിക്കാതെ തിരിച്ചിങ്ങ് പോരേയുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ ഇക്കയെ അയക്കാന്ന് പറഞ്ഞത്. അല്ലെങ്കിലും ജയദേവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അറിഞ്ഞ സ്ഥിതിക്ക് അത് മോളെ അറിയിക്കേണ്ട കടമ നമുക്കുണ്ട്. ഇനി എന്തായാലും അത് അറിയുന്നതോടെ അവളിങ്ങ് പോരുമല്ലോ. ഇല്ലെങ്കിൽ അച്ഛനിൽ പെട്ടെന്നൊരു മാറ്റം കാണുമ്പോ മോളാകെ തകർന്നു പോയില്ലേ? അപ്പോ ഇങ്ങോട്ട് കൂട്ടാൻ തീരുമാനിച്ചത് എന്തായാലും നന്നായല്ലേ? അങ്ങനെയൊന്നുമില്ല. അച്ഛന്റെ തീരുമാനത്തെക്കുറിച്ച് മോൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്താലും മതിയായിരുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സാറേ, ഒരു വക കഴിക്കാതെ പോവാന്ന്. വിശപ്പില്ല. ചോദിക്കാനും പറയാനും ഒന്നും ഈ എൽദോയ്ക്ക് അർഹതയില്ല. എന്നാലും വിഷമം കൊണ്ട് ചോദിച്ചു പോവുക. എങ്ങോട്ടാ സാറേ ഈ യാത്ര? നാദരക്കുഞ്ഞ് ഇവിടുന്ന് പോയേ പിന്നെ ദിവസവും ഈ നേരത്തെ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ഏതെങ്കിലും നേരത്തല്ലയോ കയറി വരുന്നത്? ഇതൊന്നും പതിവില്ലാത്തായിരുന്നല്ലോ സാറേ. പതിവില്ലാത്തതും പാടില്ലാത്തതുമായ കാര്യങ്ങളല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ റോക്കി വന്ന് പറഞ്ഞൊക്കെ മനസ്സിൽ വെച്ചേക്കാന്നോ? അതൊക്കെ നാദരക്കുഞ്ഞിൽ അറിവോടെ ഞാൻ ധരിച്ചേക്കല്ലേ സാറേ. കുഞ്ഞ് പറഞ്ഞിട്ടാന്നൊക്കെ അവൻ പറയും, പക്ഷെ അത് കള്ളവാ. നാദരക്കുഞ്ഞ് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. സാറിന് എന്നതാ തോന്നുന്നത്? അത്രത്തോളം അവൻ അവൾക്ക് കഴിയില്ലെന്നാണ് എൻ്റെയും വിശ്വാസം. എന്നാലും റോക്കിയുടെ വീട്ടിലേക്ക് പോയത് ശരിയായില്ല. അവൻ്റെ സഹായം ദോഷം ചെയ്യും. അമ്മാമയും കുട്ടി തറവാട്ടിലേക്ക് പോയായിരുന്നു. അതാ വേണ്ടിയിരുന്നു. പോവരുതെന്നൊരു വാക്ക് സാറ് തറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞ് എവിടെയും പോവില്ലായിരുന്നു. പക്ഷെ അത് പറയാൻ സമ്മതിക്കാതെ സാറിനെ പുറകിൽ നിന്ന് ആരോ വലിച്ചു. ഏയ്, അതൊന്നുമല്ല. നാദരുടെ മനസ്സിലെ സ്നേഹം അവളിലും എന്നിലും മാത്രം ഒതുക്കിപ്പോയി. അതുവരെ സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചൊരു കുട്ടിയെ രക്തബന്ധമല്ല എന്നൊറ്റ കാരണത്താൽ ഉപേക്ഷിക്കാൻ മനസ്സ് സമ്മതിച്ചില്ല. അപ്പോ നാദര കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തോന്നിയതോ? ആരുപേക്ഷിച്ചു? അവൾ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ. ജിഷ കൊച്ചിന്റെ കാര്യത്തിൽ ചതി നടന്നെന്ന് തോന്നിയപ്പോഴെങ്കിലും
മണിയമ്മയുടെ കൂടെ അവിടെ വിട്ടിരുന്നെങ്കിൽ. നിങ്ങൾക്കൊക്കെ അത് പറയാം. പക്ഷെ എനിക്കൊരു മനസ്സില്ലേ, ആ മനസ്സിന് ഉൾക്കൊള്ളാനാവുന്ന മാത്രമേ എനിക്ക് ചെയ്യാനാവൂ. സ്വീകരിച്ച മനസ്സുകൊണ്ട് തന്നെ തിരസ്കരിക്കാൻ ഒരല്പം സമയം, അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ലാതെ നാദരേക്കാൾ പ്രാധാന്യമൊന്നും ജിഷയ്ക്ക് ഞാൻ നൽകിയിട്ടില്ല. മതി സാറേ, ഇത് കേട്ടാൽ മതി. അപ്പം ഇന്ന് തന്നെ ജിഷ കൊച്ചിനെ സാർ തിരിച്ചേൽപ്പിക്കല്ലയോ? ഏൽപ്പിക്കണം. അതിനുവേണ്ടി വിശ്വേട്ടൻ അന്വേഷിച്ചുള്ള ഓട്ടമായിരുന്നു. പക്ഷേ എവിടെ വിശ്വേട്ടൻ? ഒരു സൂചനയില്ല. ഇപ്പോഴും അതിനുവേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. ഇന്നും കണ്ടില്ലേ നാദര കുഞ്ഞിന് കൊടുത്ത വാക്ക്? അതെന്തായാലും പാലിക്കണം. വിശ്വേട്ടനെ കണ്ടെത്തും വരെ അവളേതെങ്കിലും ഹോസ്റ്റലിൽ താമസിപ്പിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ, അത് മതി സാറേ. ഇതിച്ചിരി നേരത്തെ ചിന്തിച്ചിരുന്നെങ്കിൽ നാദര കുഞ്ഞ് ഇവിടുന്ന് പോകത്തില്ലായിരുന്നു. എന്തായാലും കുഞ്ഞിന്നെങ്കിൽ വരുമല്ലോ. എല്ലാം ഒന്ന് വേഗം പഴയതുപോലെ ആയി കണ്ടാൽ മതി എനിക്ക്. അപ്പം സാറ് തിരിച്ചു വരുമ്പോൾ നാദര കുഞ്ഞും ഉണ്ടാവും കൂടെ, അല്ലയോ? ഞാൻ എൻ്റെ വാക്ക് പാലിക്കും. തിരിച്ചു വരേണ്ടത് അവളുടെ ഇഷ്ടം. ഇച്ചേനിത് എന്നെ പണിയായി കാണിക്കുന്നേ? ജേഡി ആ കൊച്ചിനെ ഒഴിവാക്കാതിരിക്കലല്ലേ നമ്മുടെ ആവശ്യം. എന്നിട്ട് ഇച്ചായൻ ചെന്ന് അവൾ അവിടെ കയറരുതെന്ന് പറഞ്ഞ് വരട്ടിയാലോ? ഒന്ന് പതുക്കെ പറയടി, അമ്മച്ചിയോ നാദരയോ മറ്റേ കേൾക്കും. അവരിവിടെ ഇല്ല, പള്ളിയിൽ പോയിരിക്കുക. ഇന്ന് പരീക്ഷ കഴിഞ്ഞാ ജിഷയെ പറഞ്ഞു വിടാൻ ജേഡിക്ക് തോന്നണേന്ന് പ്രാർത്ഥിക്കാനാവും. കർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ഇച്ചായൻ അത് സാധിപ്പിച്ചു കൊടുക്കാനും ഒരുങ്ങിയേക്കുമല്ലയോ? നീ ഒന്ന് ചുമ്മാ ഇരടി. റോക്കി അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല. ആ കൊച്ചവിടെ ചെല്ലരുത്. ചെന്നെങ്കിലല്ലേ അയാൾക്ക് അവളെ ഒഴിവാക്കാൻ പറ്റൂ. ജിഷ ഒരു വാക്കുപോലും പറയാതെ സ്വയം ഒഴിഞ്ഞു പോയാൽ എവിടെ പോയി എങ്ങനെ പോയി എന്നൊക്കെ തിരക്കി അതിന്റെ പുറകെ നടക്കേണ്ടി വരും ജേഡിക്ക്. ആ ബുദ്ധി കൊള്ളാം. പക്ഷേ അതുപോലൊക്കെ നടക്കുവോ? അല്ല, ആ കൊച്ചെന്നതാ പറയുന്നേ? അവള് ജേഡി തല്ലി ഇറക്കിയാലല്ലാതെ ഇറങ്ങത്തില്ലാന്ന്. അപ്പൊ പിന്നെ എന്നാ ചെയ്യും? ഇച്ചായം ഭീഷണിപ്പെടുത്തിയ കാര്യം ജേഡി അറിഞ്ഞ അത് കൂടുതൽ കുഴപ്പമാവത്തില്ലയോ? എന്നതാ കുഴപ്പം? നാദര പറഞ്ഞിട്ടാ ജിഷയെ ഞാൻ ഭീഷണിപ്പെടുത്തിയെന്നറിഞ്ഞ ജേഡിക്ക് വാശി കൂടത്തേ ഉള്ളൂ. ചിലപ്പോ ഞാൻ ആ കൊച്ചിനെ വല്ലതും ചെയ്യുമെന്ന് പേടിച്ച് അയാൾ അവളെ പറഞ്ഞു വിട്ടില്ല എന്നും വരും. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. ജേഡി നാദരയ്ക്ക് കൊടുത്ത വാക്ക് ഒരൊറ്റ ദിവസം ഒന്ന് തെറ്റി കിട്ടിയാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. നീ എന്നാ ഏറ്റുന്ന? ഗീതയെ ജേഡിയുടെ അടുത്ത് എത്തിക്കാൻ സമ്മതിച്ചിട്ട് ഇതുവരെ സാധിച്ചോ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ ഇച്ചായ? ആ സ്ത്രീക്ക് കെട്ടിയോനെ വേണ്ടാന്ന് വെച്ചാ എനിക്ക് എന്നാ ചെയ്യാനൊക്കും? ഇനിയിപ്പോ നാദരയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കേ ഞാൻ വിചാരിച്ച നടക്കത്തുള്ളൂ. ആ, അതെങ്കി അത്. എന്നാ വിഷം കുത്തി വെച്ചിട്ടായാലും നാദരയ്ക്ക് ഇനി ജേഡിയുടെ അടുത്ത് പോവാൻ തോന്നിക്കരുത്. ഭാര്യയെ തിരിച്ചു വിളിക്കാൻ കഴിയാത്ത വിധം ജേഡിയെ കുറച്ചു ദിവസം വട്ടുപിടിപ്പിച്ച് നടത്താൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. അതെങ്ങനാ? അതൊക്കെ ഉണ്ടടി. ദേ, വീണ്ടും വെള്ളം അടിച്ചേച്ച് ജേഡി ചെന്ന് കാണല്ലേ ചായ? അത് ചിലപ്പോ പാളിപ്പോയെന്ന് വരും. ഇല്ലടി, എന്റെ കളി ഇനി ആ കൊച്ചിനോട് മാത്രമാ. എന്നതായാലും അവക്കിന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പരീക്ഷ എഴുതാനൊക്കത്തില്ല. എന്നെ കണ്ടേ ചെല്ലിയോ പോയത്. ഇനി പരീക്ഷ എഴുതി ഇറങ്ങുമ്പോഴും റോക്കി അവിടെ തന്നെ ഉണ്ടാവും. എന്നതാ മോളുടെ തീരുമാനമൊന്നും ചോദിച്ചോണ്ട്. ദേ, കോളേജിൽ പഠിക്കുന്ന കൊച്ച വഴിയിലൊക്കെ തടഞ്ഞു വെച്ച് വെറുതെ കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടിയേക്കരുത്. ഒരു കുഴപ്പവും വരത്തില്ല. ജേഡിയോടൊരു വാക്ക് ചോദിക്കുക പോലും ചെയ്യാതെ അവള് സ്വന്തം പാട് നോക്ക് പോയില്ലെങ്കിൽ എന്നതാ ഉണ്ടാവാൻ പോണേന്ന് വെറുതെ ഒന്ന് പറഞ്ഞു കൊടുത്തേച്ച് ഞാനിങ്ങ് പോരും. സോന, ഒന്നെന്നേ. എന്താ ദിയ, വീട്ടിൽ പോകുന്നില്ലേ? ആരെ വെയിറ്റ് ചെയ്യുന്നേ? അത് ജയെ കണ്ടോ നിങ്ങള്? ഇല്ലല്ലോ, അവള് നേരത്തെ പോയല്ലോ. കംപ്ലീറ്റ് എഴുതിയോന്ന് തന്നെ സംശയം. എക്സാമിന്റെ മിനിമം പീരീഡിൽ തന്നെ ഇറങ്ങി.
എന്താടി പരീക്ഷ കൊള്ളായ? മനുവേട്ടാ, ജയെ കാണുന്നില്ല. കാണുന്നില്ലേ? അവളെന്താ പെട്ടെന്ന് കടുകുമണിയായിപ്പോയോ? തമാശയല്ല മനുവേട്ടാ, ഈ കോളേജ് കോമ്പൗണ്ടിനകത്ത് എവിടെയും അവളില്ല. ഇല്ലെങ്കിൽ വീട്ടിൽ പോയി കാണും. അതിന് താൻ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്? വാ വീട്ടിൽ പോ. കാര്യമുണ്ട്, അവൾ ഇന്ന് ആകെ അപ്സെറ്റ് ആയിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ രൂക്ഷമാ. ഇന്നെന്തായാലും അച്ഛൻ അവളെ പറഞ്ഞു വിടുമെന്നുള്ള ഉറപ്പില്ല രാവിലെ വന്നത്. എന്നെ പിടിച്ചു നിർത്തി ഓരോന്നും പറഞ്ഞ് കുറെ കരഞ്ഞു. മരിക്കാൻ തോന്നുന്നൊക്കെയാ പറഞ്ഞത്. എനിക്ക് ആകെ പേടി തോന്നുവാ മനുവേട്ടാ. ഛെ, നീ വെറുതെ സീനുണ്ടാക്കാതെ നമുക്ക് അന്വേഷിക്കാം. ജയ എന്തായാലും ഇന്ന് പരീക്ഷ എഴുതി കാണുമല്ലോ. അതും ഞാൻ അന്വേഷിച്ചു. അവള് പരീക്ഷ കഴിഞ്ഞ് നേരത്തെ പോയെന്നാ അവര് പറഞ്ഞത്. ഏയ് ദിയ, ഓവറാവല്ലേ? ഇടി ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കും. അവള് വീട്ടിൽ തന്നെ പോയിരിക്കാനാ സാധ്യത. ഇല്ല മനുവേട്ടാ, എന്നെ കാണാതെ അവള് പോവില്ല. അതെങ്ങനെയാ നീ ഇത്ര ഉറപ്പിച്ച് പറയുന്നേ? അവക്ക് ചിലപ്പോ എല്ലാ കാര്യങ്ങളും അച്ഛനെ അറിയിക്കണം തോന്നിക്കാണും. ഇല്ല, അതിനൊന്നും പറ്റിയ അവസ്ഥയല്ലെന്നാ അവൾ എന്നോട് പറഞ്ഞത്. എങ്കിൽ അമ്മയുടെ അടുത്ത് പോയി കാണും. എനിക്ക് തോന്നുന്നില്ല. അവൾ എന്തോ തീരുമാനിച്ചുറച്ച മട്ടിലായിരുന്നു. പോരാത്തതിന് കോളേജിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് ആ റോക്കിയും വന്ന് മുന്നിൽ പെട്ടു. ഓക്കെ, അതെ, ജയയെ ജെഡിയുടെ വീട്ടിലെത്തിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ അയാള് പോയത്. എന്തായാലും നീ പേടിക്കാരി, നമുക്ക് അന്വേഷിക്കാം. എത്രയും വേഗം അവൾ എവിടെയുണ്ടെന്ന് അറിയണം മനുവേട്ടാ, എന്നാലേ എനിക്ക് സമാധാനാവൂ. എനിക്ക് അവളെ കാണണം. ജയ്ക്കൊരു കുഴപ്പം വരില്ലെന്നേ ഞാനല്ലേ പറയുന്നേ. നീ വാ കേറ്, ഞാൻ കാണിച്ചു തരാം അവളെ. വാ കേറ്. നന്നായി ഗീതേ. ഇനിയും നമ്മൾ മോളെ അവിടെ ഇട്ട് ശ്വാസം മുട്ടിപ്പിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അവള് കാരണം നാദരുടെ ജീവിതം തകർന്നു എന്നുള്ള പരാതിയും വേണ്ട. ജയദേവന്റെ തീരുമാനത്തിന് കാത്തു നിൽക്കാതെ മോളെയങ്ങ് കൂട്ടിക്കൂടെന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. അല്ല, ഈ ഹമീദ് ചെന്ന് വിളിച്ചാ അവള് വരുമല്ലോ അല്ലേ? അവളായിട്ട് വേറൊരു തീരുമാനമൊന്നും എടുത്തില്ലെങ്കിൽ വരാതിരിക്കില്ല. ജയദേവൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കാണണം. നാദരയ്ക്ക് വാക്കുകൊടുത്തല്ലേ പരീക്ഷ കഴിഞ്ഞാലുടനെ ജയയെ വിശ്വേട്ടനെ ഏൽപ്പിച്ചോളാന്ന്. അതിന് വിശ്വേട്ടൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചു കാണോ ദേവേട്ടൻ? ആർക്കറിയാം. എന്തായാലും അവന്റെ തീരുമാനം നടപ്പിലാക്കാൻ ജയമോൾ അവിടെ എത്താതിരിക്കുമ്പോ ദേവൻ എന്നെ അന്വേഷിച്ച് വരാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഏടത്തി ഇന്ന് അങ്ങോട്ട് പോണ്ട, ഇവിടെ നിന്നോ. അത് തന്നെ എന്റെയും തീരുമാനം. അവിടെ എന്നെ കാണാതാവുമ്പോ ഏതെങ്കിലും തരത്തിൽ തേടിപ്പിടിച്ച് അവൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വരട്ടല്ലേ? അത് ഏയ്, ഈ വഴിക്ക് എന്തായാലും ദേവേട്ടൻ വരില്ല എഴുതി. ആ, ഹമീദ് വരുന്നെന്ന് തോന്നുന്നു. ഒറ്റയ്ക്കാണല്ലോ ഗീതേ. മോള് വരില്ലാന്ന് പറഞ്ഞു കാണുമോ? ഹമീദ്ക, മോളെ കണ്ടില്ലേ? ഇല്ല ഗീതേ, ഞാൻ കോളേജ് ചെല്ലുമ്പോൾ അവളവിടെ ഇല്ല. അന്വേഷിച്ചപ്പോൾ പതിവിലും നേരത്തെ പരീക്ഷ എഴുതിർത്ത് അവൾ പോയെന്ന് അറിഞ്ഞത്. എങ്ങോട്ട്? അതെങ്ങനെയാ കോളേജുകാർക്കറിയാ? അവൾ ജയദേവന്റെ അടുത്തേക്ക് തന്നെ പോയി കാണും. ജയദേവനടുത്ത തീരുമാനമൊന്നും അവൾ അറിഞ്ഞു കാണില്ലല്ലോ. അത് തന്നെ എന്റെ ആദി. ഒന്നും അറിയാതെ ചെന്നിട്ട് അച്ഛൻ പെട്ടെന്ന് ഉപേക്ഷിക്കൂന്നറിയുമ്പോ എന്റെ മോൾക്ക് അത് താങ്ങാനാവോ എഴുതി? നീ സമാധാനായിട്ടിരിക്കുക ഗീതേ, നമുക്ക് നോക്കാം.